നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നൗഫലിൻ്റെ കരച്ചിൽ സത്യം പറഞ്ഞാൽ അത് കരളലിയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. ഒമാനിൽ നിന്നും കഴിഞ്ഞ ദിവസം ദുരന്തഭൂമിയായ വയനാട്ടിലേക്ക് പറന്നിറങ്ങുമ്പോൾ ഏറെ പ്രതീക്ഷകളുണ്ടായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ടവർ പലരും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു ചിന്ത തനിക്കുണ്ടായിരുന്നു. എന്നാൽ കുടുംബത്തിലെ 11 പേര് നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്ത നൗഫലിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. വീടിരുന്ന സ്ഥലത്ത് ഒരു കോൺക്രീറ്റ് കഷ്ണം മാത്രമാണ് ഉള്ളത്. വളരെ പ്രതീക്ഷയോടെയാണ് ചില നാളുകൾക്ക് മുമ്പ് താൻ വിദേശത്തേക്ക് കടന്നു പോകുന്നത്. എന്നാൽ താൻ മടങ്ങി വരുന്നത് സന്തോഷത്തോടെ ആയിരുന്നു. തൻ്റെ ആ ഇരിപ്പ്, തനിക്ക് എല്ലാം നഷ്ടപ്പെട്ട, തനിക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രിയപ്പെട്ടവർ തന്നിൽ നിന്നും അന്യമാക്കപ്പെട്ട ആ ദുരനുഭവം തനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. തനിക്ക് ഭാര്യയും 3 കുട്ടികളും ഉണ്ടായിരുന്നു. കൂടാതെ തൻ്റെ ബാപ്പ, സഹോദരന്മാർ, അവരുടെ കുട്ടികൾ, ഇങ്ങനെ 11 പേരടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്നാൽ ഉടനെ ഉണ്ടായ ഉരുൾപൊട്ടൽ വയനാട്ടിൽ നാശം വിതച്ചപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവരും അതിനകത്ത് തുടച്ചു നീക്കപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോഴും എനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിന് അപ്പുറമാണ്. പല കുടുംബങ്ങളിലും ഇതുപോലെ തന്നെ ഉള്ള ദുഃഖത്തിലും ദുരിതത്തിലും ഒക്കെയാണ്. ഉറ്റവർ നഷ്ടപ്പെട്ട അനേക പ്രിയപ്പെട്ടവരുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാതെ വിറങ്ങലിച്ചിരിക്കുന്ന അനുഭവത്തോടെ ആയിരിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. പലരും ദുരിതാശ്വാസ ക്യാമ്പിലാണ്. തങ്ങളുടെ ഉറ്റവരും എവിടെയാണെന്ന് അറിയത്തില്ല. അവിടെ തന്നെ മരിച്ച പലരുടെയും മൃതദേഹങ്ങൾ ഇനിയും ലഭിച്ചിട്ടില്ല. പലരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല. പല ശരീരങ്ങളും അതിൻ്റെ ശരീരാവശിഷ്ടങ്ങളൊക്കെയാണ് ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ കഴിയാത്തത്ര ഭയാനകമായ ദുരന്തം വിതച്ച ഒരു കാഴ്ചയാണ് വയനാട്ടിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഓരോ ദിവസത്തെയും വാർത്താ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മളിത് കാണുമ്പോൾ നെഞ്ചു പൊട്ടുന്ന കാഴ്ചകളാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. മാധ്യമപ്രവർത്തകർ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സത്യത്തിൽ നമുക്കത് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ്. ദൂരെ നിന്ന് ഈ കാര്യങ്ങളെ നമ്മൾ വീക്ഷിക്കുമ്പോൾ നേരിട്ട് ആ ദുരന്തഭൂമിയിൽ കടന്നുപോയി അതിനെ നോക്കിക്കാണുന്നവര് എത്ര ഭീകരമായ അന്തരീക്ഷത്തോടെ തകർന്ന ഹൃദയത്തോടെ ആയിരിക്കും അവരത് ഉൾക്കൊള്ളുന്നത്. ഇത്തരത്തിലുള്ള നോവുള്ള മനസ്സിനെ ആശ്വസിപ്പിക്കാൻ സാധാരണഗതിയിലുള്ള വാക്കുകൾക്കൊന്നും പര്യാപ്തമല്ല. പലർക്കും അവരെ വിശ്വസിച്ചിരുന്ന ഈശ്വരനിലുള്ള വിശ്വാസം പോലും അവർക്ക് നഷ്ടപ്പെടും. ഇത്ര വലിയ പ്രതിസന്ധി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണെന്ന് അവർ ചോദിക്കുമ്പോൾ അവിടെ എന്ത് ആശ്വാസവചനമാണ് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയുന്നത്? നമ്മുടെ വാക്കുകളൊന്നും അത് ആശ്വാസമായി തീരുന്നില്ല. എത്ര വലിയ പ്രഗത്ഭനായ കൗൺസിലറാണെന്ന് പറഞ്ഞാലും ഈ ഒരു അവസരത്തിൽ അവർക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകും. എന്നാൽ സർവേശ്വരൻ എല്ലാ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കട്ടെ. നഷ്ടപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടു. എന്നാൽ ഇനി അവശേഷിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇതുപോലെ ദുഃഖം പേരെ ആയിരിക്കുന്നവർക്കും മനക്കരുത്ത് ലഭിക്കുവാൻ, സാധാരണഗതിയിലേക്ക് പൂർവസ്ഥിതിയിലേക്ക് മടങ്ങി വരുവാൻ, ആ ഒരു മുൻകാല ആ ഒരു സാഹചര്യത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ ഇനി എത്രയോ മാസങ്ങൾ എടുക്കും. അവർക്ക് നഷ്ടപ്പെട്ടതൊക്കെ മടക്കി ലഭിക്കേണ്ടതുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മടക്കി ലഭിക്കില്ല. പക്ഷേ നഷ്ടപ്പെട്ട വീട്, മറ്റു വസ്തുവകകൾ, മറ്റു ഡോക്യുമെന്റുകൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിൻ്റെ പുനരധിവാസത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ സുമനസ്സുകൾ ചെയ്യുന്നു, അതിനുള്ള അവസരങ്ങളാണല്ലോ. തീർച്ചയായിട്ടും സർക്കാർ സംവിധാനങ്ങളോട് ചേർന്ന് നിന്ന്, സന്നദ്ധ പ്രവർത്തകരോടൊക്കെ ചേർന്ന് നിന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ സമൂഹത്തെ കെട്ടിപ്പടുത്തുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഉണ്ടാകണം. എൻ്റെയും പ്രാർത്ഥനയും പിന്തുണയും അതുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.